ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഏകദേശം 10 ദിവസമായി പെയ്യുന്ന തീരാമഴയ്ക്ക് യാതൊരുവിധ ശമനവും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മേഘവിസ്ഫോടനവും കാറ്റും പേമാരിയും മൂലം ഒട്ടനവധി നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെയോ മറ്റന്നാളോ കൂടി കാലവർഷം കൂടി ആരംഭിക്കുമ്പോൾ കൂടുതൽ ജനജീവിതം സങ്കീർണമാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. മലയാള സിനിമയെയും ഒരു പരിധിവരെ മഴ ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി ചിത്രമായ ടർബോ മെയ് 23 തിയേറ്ററിലെത്തിയപ്പോൾ കനത്ത മഴ തന്നെയായിരുന്നു കേരളത്തിലെമ്പാടുമായി. മികച്ച അഭിപ്രായം നേടിയെടുത്ത ടർബോ എന്ന ഈ മമ്മൂട്ടി ചിത്രം പേമാരിയും ബഹിഷ്കരണ ഭീഷണികളും ഡീഗ്രേഡുകളെല്ലാം അതിജീവിച്ച് ഇന്നലെ ബുധനാഴ്ചയോടെ 7 ദിവസം പിന്നിട്ട് ഇന്ന് വ്യാഴാഴ്ച 2ാം വാരത്തിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ഒരു വാരത്തിനിടയിൽ കേരളത്തിൽ ഈ ചിത്രത്തിന് 680ലധികം എക്സ്ട്രാ ഷോകളാണ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളടങ്ങിയ ഔദ്യോഗിക പോസ്റ്റർ ഇന്നലെ മമ്മൂട്ടി കമ്പനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ 2 മിനിറ്റ് 43 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ലിറിക് വീഡിയോ ഇന്നലെ മമ്മൂട്ടി കമ്പനി അപ്ലോഡ് ചെയ്തിരുന്നു. ടർബോ സിനിമയിലെ ബോളിവുഡിനെ കവച്ചുവെക്കുന്ന പ്രേക്ഷകരെ ഏവരെയും ത്രസിപ്പിച്ച കാർ ചേസ് BGM ഇന്നലെ വൈകിട്ട് ലിറിക് വീഡിയോ ആയാണ് മമ്മൂട്ടി കമ്പനി റിലീസ് ചെയ്തത്. ഇനി ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം 6 കോടി 20 ലക്ഷം കളക്ട് ചെയ്ത സിനിമ 2ാം ദിവസമായ വെള്ളിയാഴ്ച കളക്ട് ചെയ്തത് 3 കോടി 70 ലക്ഷം രൂപയായിരുന്നു. 3ാം ദിവസമായ ശനിയാഴ്ച 3 കോടി 85 ലക്ഷം രൂപയും 4ാം ദിവസമായ ഞായറാഴ്ച 4 കോടി 25 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 18 കോടി കളക്ട് ചെയ്ത സിനിമ 5ാം ദിവസമായ തിങ്കളാഴ്ച കളക്ട് ചെയ്തത് 2 കോടി 45 ലക്ഷം രൂപയും 6ാം ദിവസമായ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് 2 കോടി 1 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് 22 കോടി 46 ലക്ഷം രൂപ കേരള ഗ്രോസ് നേടിയ ഈ സിനിമയുടെ 7ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ചയിലെ കേരള ഗ്രോസ് കളക്ഷൻ 1 കോടി 85 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ആദ്യ ഒരാഴ്ച കൊണ്ട് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 24 കോടി 30 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 6 ദിവസം കൊണ്ട് 60 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ 7ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ചയോടെ 64 കോടി റേഞ്ചിൽ എത്തി നിൽക്കുകയാണ്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന താരങ്ങളായി ബിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഇന്നലെ ബുധനാഴ്ചയോടെ 14 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ മികച്ച ഹോൾഡ് നിലനിർത്തി വമ്പൻ കളക്ഷനുമായി മുന്നേറ്റം തുടരുക തന്നെയാണ്. ചിത്രം തിയേറ്ററിലെത്തി 13ാം ദിവസമായ ചൊവ്വാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 1 കോടി 16 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ 14ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 1 കോടിക്ക് താഴെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നലെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 85 ലക്ഷത്തോളം രൂപയാണ്. ആദ്യ 13 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 37 കോടി 46 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 14ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 38 കോടി 30 ലക്ഷത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 13 ദിവസം കൊണ്ട് 76 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 14ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ചയോടെ 78-79 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബിജുമേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന താരങ്ങളായി ജിസ് ജോയി സംവിധാനം ചെയ്ത് മെയ് 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് തലവൻ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ മികച്ച കളക്ഷനുമായി ഇപ്പോൾ മുന്നേറ്റം തുടരുക തന്നെയാണ്. 6 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 5 കോടിയിൽ പരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 7.5-8 കോടി റേഞ്ചിലുമാണ്. 6 കോടിയോളം രൂപ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിൽ അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ മന്ദാകിനിയാണ്. വിനോദ് ലീല സംവിധാനം ചെയ്ത് മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന് അഭിപ്രായം നേടിയെടുത്ത മന്ദാകിനിയിൽ അൽത്താഫ് സലീം, അനാർക്കലി മരക്കാർ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഈ ചിത്രം 6 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി 1 കോടി 60 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 3 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ മികച്ച തുടക്കമാണ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. ടർബോ, ഗുരുവായൂർ അമ്പലനടയിൽ, തലവൻ, മന്ദാകിനി എന്നീ 4 സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.